അപ്പൊ നാളെ കാലത്ത് തന്നെ കൊടുങ്ങല്ലൂർക്ക് വണ്ടി കയറണം. അതിരാ കൂട്ടുകാരന് വേണ്ടി ചാവാൻ ഞാൻ. ദളപതിയിലെ മമ്മൂട്ടി ഒന്നും അല്ലല്ലോ. നിനക്ക് പോവാ ഒരു കൊടുങ്ങല്ലൂരെങ്കിലും ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാ. നിനക്കിത് വേണം. നീയായിരുന്നല്ലോ ഉത്സാഹ കമ്മിറ്റി. ഒരു ദിവസം വെയിലുണ്ട്. ഇപ്പൊ കറുത്താ നിങ്ങള്? അല്ലെങ്കിലും എ സിയിലല്ല എല്ലാ നേരം. ഈ സാരി കൊള്ളാല്ലേ? ഇങ്ങട് വാ, വാടി ഇങ്ങട്. ഒന്നും മിണ്ടാണ്ടിരിക്കും മനുഷ്യ. ഈ വീട് മുഴുവൻ ആളുകളാണ്. എടി ഒരു കാര്യം പറയാനായിട്ടാണ്. നിന്റെ ആ ചെറുതിന്റെ മറ്റവനില്ലേ, അവനും മൗളും കൂടി എന്തൊക്കെയോ പ്ലാൻ ഒപ്പിക്കുന്നു തോന്നുന്നു. എന്ത് പ്ലാൻ? ഞാൻ ഇന്ന് പോവും. എങ്ങട്? ജിജുവിന്റെ കൂടെ. ഓഞ്ഞുറം തന്നാണ്ടല്ലോ. പൂജയ്ക്കൊരു മകളും കൂടി കുറയും നിന്റെ തന്തയ്ക്ക്. വേറെ ആരാണ്? അല്ല, നിന്റെ അനിയത്തി നേരത്തെ ചാടി പോകുമല്ലോ. ഈ നാട്ടുകാരുടെ ഇടയിൽ നീ ഇപ്പം ഇറങ്ങിപ്പോയാൽ നമ്മുടെ അച്ഛൻ മനുഷ്യന്മാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ദുരഭിമാനം തലവെച്ച് കിടക്കുന്ന ആൾക്കാരെ ഇവിടെ ഉള്ളവർ. ഇങ്ങനെ വല്ലതും ഉണ്ടായാൽ നിനക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ? നിന്റെ നല്ലതിനല്ലേ ചേച്ചി പറയണേ? എന്നാൽ ഈ പെണ്ണിത് എന്ത് ഭാവിച്ചാണ്? നിന്റെ ഒരു കണ്ണ് അവളുടെ മേലെ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്റെ ഈ കണ്ണു വെട്ടിച്ച് അവൾ ഇവിടുന്ന് പോകുന്ന എനിക്കൊന്ന് കാണാം. അതാണ്. പിന്നെ നീ ഇന്ന് വിചാരിച്ചാലും നിനക്കിന്ന് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഞാൻ അറിഞ്ഞിടത്തോളം അച്ഛനും അമ്മയും അല്ലാണ്ട് ബാക്കി എല്ലാവർക്കും നിന്റെ ഈ പ്ലാനെ കുറിച്ച് അറിയാം. ഈ പഠിപ്പുര എന്ന് കിടന്നാൽ നിന്റെ ജിജുവിനെ ഇവിടുത്തെ ആണുങ്ങൾ വെച്ചേക്കില്ല, മറക്കണ്ട.